മോളെ പിതാ മാഡം, ഇന്ന് പത്രത്തിലൊരു വാർത്ത കണ്ടു. ശ്യാമ മാഡം ഒരു അവാർഡ് സ്വീകരിക്കാൻ എത്തുന്നു. ഞാനവിടെ ചെന്നിരുന്നു. അയ്യോ, മോൾ അവിടെ വന്നിരുന്നോ? ആ, അപ്പൊ മാഡം അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ അവിടെ പോയിരുന്നു. ശ്യാമയ്ക്ക് ഫിദയോടൊരു കാര്യം സംസാരിക്കാനിടെന്ന് പറഞ്ഞതുകൊണ്ടേ ഞങ്ങൾ അങ്ങോട്ട് പോയായിരുന്നു. ആ ഫംഗ്ഷന് മുമ്പേ ഞങ്ങൾ ഇറങ്ങി. ഓ അതെ അല്ലേ? അതെ അതെ. ഞാൻ ആ ഫംഗ്ഷന്റെ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും മാഡം ഇറങ്ങി. അന്വേഷിച്ചപ്പോ അവിടുത്തെ ഭാരവാഹികൾ പറഞ്ഞത് മാഡം അവിടെ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടാവുന്ന. ചോദിച്ചപ്പോ ഇടമുട്ടം എന്നൊരു സ്ഥലം. എവിടെയാണെന്നോ എത്ര ദൂരം ഉണ്ടെന്നോ ഒന്നും ചോദിച്ചില്ല. ഡ്രൈവറോട് കത്തിച്ചു വിട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് ശ്യാമ മേഡത്തെ കണ്ടോ? കണ്ടോന്ന് ചോദിച്ചാ കണ്ടു. ഒരൊറ്റ തവണ. ഒന്ന് ചിരിക്കാൻ പറ്റിയില്ല, ഒന്നും മിണ്ടാൻ പറ്റിയില്ല, അടുത്തേക്കൊന്ന് പോകാൻ പോലും പറ്റിയില്ല. അതെന്തു പറ്റി? അത്രയ്ക്ക് ഹൈ സെക്യൂരിറ്റി ആയിരുന്നോ? അതല്ല, മാഡത്തിന് വല്ലാത്ത തിരക്കല്ലേ. പിന്നെ ഒരിടത്ത് ഞാൻ കൃത്യമായിട്ട് എത്താൻ പോകുന്നില്ല. എന്നാലും ഒരു നോക്ക് കണ്ടല്ലോ. ഞങ്ങൾ അടുത്തടുത്ത് കണ്ട ആദ്യത്തെ അവസരമായിരുന്നു ഇത്. ശ്യാമമ്മയുടെ എന്നെ പോലെ തന്നെ ഇരിക്കുന്നേ. ശരിക്കും പറഞ്ഞ ഞാൻ കണ്ണാടിയിൽ നോക്കുന്ന പോലെ. മോൾ ആദ്യമായിട്ടല്ലേ ശ്യാമ മേഡത്തെ കാണുന്നത്? അതെ. കണ്ടപ്പോ എന്ത് തോന്നി? ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് ചിലപ്പോ അമ്മയാവാലോന്ന്. എന്റെ മാഡം ഇതൊന്ന് നിർത്തൂ. ശ്യാമ മാഡം ഞാൻ ആരാധിക്കുന്ന ഒരു സ്ത്രീയാ. അത് ഞാൻ ദൈവത്തിനെ പോലെ ആരാധിക്കുന്ന ഒരാള്. ശ്യാമ മാഡം എന്റെ അമ്മയും ആവണ്ട, കൂട്ടുകാരിയും ആവണ്ട. ദൈവങ്ങള് ദൈവങ്ങളായിട്ട് അവരിയ്ക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നോട്ടെ. അല്ല, എന്നിട്ട് ബാക്കി എന്തുണ്ടായെന്ന് ചോദിച്ചില്ലല്ലോ. എന്താ ഉണ്ടായത്? കൊലപാതക ശ്രമം. ശ്യാമ മാഡത്തിന്റെ വണ്ടി അവിടുന്ന് പോയി കഴിഞ്ഞ് ഞാൻ വണ്ടിയിലേക്ക് കയറാൻ ചെല്ലായിരുന്നു. പെട്ടെന്നാ ഒരു വണ്ടി പാഞ്ഞു വന്നത്. ആളുകളുടെ വിളി കേട്ടിട്ട് ഞാനൊന്ന് തെന്നി മാറിയില്ലായിരുന്നെങ്കിലേ ഒരു കാർ എന്നെ ഇടിച്ചിട്ട് എന്റെ മുകളിലൂടെ കയറിങ്ങി പോയെന്നെ. അയ്യോ, വണ്ടി ഓടിച്ച ആളെ മോള് കണ്ടോ? ആ ആളിനെ കണ്ട മോള് തിരിച്ചറിയോ? ഇല്ല മാഡം, അയാളുടെ മുഖമൊന്നും ക്ലിയർ അല്ലായിരുന്നു. വണ്ടി മുന്നോട്ട് വരുന്ന കണ്ടപ്പോ ഞാൻ വെട്ടിച്ച് ഓടി. അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കായിരുന്നു.